ഡിസംബർ 14 ഈ ഒരു അസറിന് ശേഷമുള്ള സമയത്ത് അങ്ങേക്ക് വേണ്ടി സ്വലാത്തിനെ ചൊല്ലിയിട്ടുണ്ട് നബിയെ എന്ന് പറയുമ്പോൾ നമ്മുടെ നേതാവ് നമ്മളെ അറിയുകയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ നേതാവ് ശഫാഅത്ത് ചെയ്യുന്ന വേളയിൽ, ഹൗദുൽ കൗസർ മുക്കിത്തരുന്ന വേളയിൽ എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മുടെ നേതാവ് നമ്മളെ ചേർത്ത് പിടിക്കാനിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത, അതാ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം. നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചോളണമെന്നില്ല അല്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ ഈ കണ്ട കാലം അത്രയും നിസ്കരിച്ച നമസ്കാരങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുമെന്നില്ല. എടുത്ത നോമ്പുകളോ ചെയ്ത ഹജ്ജുകളോ സകാത്തുകളോ സദഖകളോ ഉംറകളോ ഒന്നും അല്ലാഹു സ്വീകരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന്? അതും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നമസ്കാരത്തിന്റെ എല്ലാം അവസ്ഥ എന്താ? പണ്ടൊരു വല്യമ്മ പറഞ്ഞ മാതിരി നിസ്കരിക്കാൻ വേണ്ടി കയ്യട്ടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. പണ്ടൊരു വല്യമ്മയുടെ ഒരു മാല കാണാതെ പോയി. കഥ കേട്ടിട്ടുണ്ടോ? ആ കഥ കേട്ടിട്ടുണ്ടോ? പണ്ടൊരു വല്യമ്മയുടെ മാല കാണാതെ പോയി. എവിടെ തിരഞ്ഞിട്ടും വല്യമ്മക്ക് എവിടെ തെരഞ്ഞിട്ടും വല്യമ്മക്ക് മാല കിട്ടുന്നില്ല. അവസാനം വല്യമ്മ പേരക്കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഇപ്പം വരാം, ഞാൻ വന്നിട്ട് മാല എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം. വല്യമ്മ മൂന്നൊക്കെ എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ പോയി. നമ്മളെന്താ വിചാരിക്കുക, വല്യമ്മക്ക് അത്ര കറാമത്തുള്ള വല്യമ്മ നിസ്കരിക്കാൻ കഴിയട്ടിയ അല്ലാഹ് എവിടെ മാല വെച്ചിട്ടുള്ള അല്ലാഹ് കാണിച്ചെടുക്കുന്നു. അങ്ങനെയല്ല. വല്യമ്മ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് കഴിയട്ടിയപ്പോ അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ വല്യമ്മക്ക് ഓർമ്മ വരാൻ തുടങ്ങി അല്ലേ? നിസ്കരിക്കാൻ നമ്മൾ കൈയട്ടിയ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. നിങ്ങളൊന്നും നോക്കി നിങ്ങളുടെ കാര്യങ്ങളൊന്നും ആലോചിച്ചു. നിങ്ങൾ അസർ നിസ്കരിച്ചു കൈയട്ടിയപ്പോ നമുക്ക് എന്തൊക്കെ ഓർമ്മ വന്നു? ആ വല്യമ്മക്ക് ഓർമ്മ വന്നു മാല എവിടെ വെച്ചിരിക്കുന്നുള്ളത്. അതെല്ലാം നമസ്കാരം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു